ഹായ് ഫണ്ടഡേഴ്സ്, എല്ലാവർക്കും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് നോക്കുന്നത് നല്ല ബ്ലാക്ക് ഫ്രൈഡേ ഓഫറുള്ള കമ്പനി ഏതാണ്, ഏതെല്ലാം അക്കൗണ്ടാണ് നല്ലത്, അത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സിന്റെ ട്രേഡിംഗിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമിൽ ഒന്നാണ് പ്രൊജക്ടെക്സ്. ഈ പ്രൊജക്ടെക്സ് സപ്പോർട്ട് ചെയ്യുന്ന ഫേംസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫേംസുകളെല്ലാം കുറിച്ച് നിങ്ങൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡി നടത്തുന്നത് നല്ലതായിരിക്കും. അതേപോലെ നിങ്ങൾ ഫ്യൂച്ചേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ മറ്റൊരു പ്ലാറ്റ്ഫോമാണ് ട്രേഡബോട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് റിദിമിക്കിന്റെയും കാണും. അതിൽ റിദിമിക്കിന്റെ നിഞ്ചയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആണുള്ളത്. കണക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവരൊന്നും ഓൺലൈൻ സപ്പോർട്ടൊക്കെ ഫ്യൂച്ചേഴ്സിന്റെ ഫേംസ് ഒക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ട്രേഡബോട്ട് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ. അതുപോലെ കോൺടവറും അവൈലബിൾ ആണ്. കോൺടവറും നല്ല അത്യാവശ്യം കണക്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കണക്ട് ചെയ്ത് പോകാം. അതുകൊണ്ട് കോൺടവറും നിങ്ങൾക്ക് നല്ലൊരു ചൂസ് ആയിരിക്കും. അതേപോലെ നമുക്കിന്ന് ഏറ്റവും ഫ്യൂച്ചേഴ്സിന്റെ കാര്യത്തിൽ ഏറ്റവും ടോപ്പ് നമ്പർ 1 പൊസിഷനിലേക്ക് ഒരു ഫേമാണ് ടോപ്പ് സ്റ്റെപ്പ് എന്ന് പറയുന്ന കമ്പനി. ഈ ഒരു കമ്പനി കുറച്ച് നാൾ മുമ്പ് വരെ നമുക്ക് ആക്ടിവേഷൻ ഫീസ് ഉണ്ടായിരുന്നു. മന്ത്ലി ആക്ടിവേഷൻ ഫീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അവർ നിലവിൽ അവരുടെ പ്ലാനിൽ ചേഞ്ചസ് കാര്യങ്ങളെല്ലാം വരുത്തിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഇവർ ബ്ലാക്ക് ഫ്രൈഡേ ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഇവരുടെ ഇതിൽ. പക്ഷേ ഇവർ പേ ഔട്ടിന്റെ കാര്യത്തിലൊക്കെ പക്കയായിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനി നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സിന്റെ അക്കൗണ്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. അത്യാവശ്യം നല്ല പേ ഔട്ട് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതാണ്. അതുപോലെ മറ്റൊരു കമ്പനിയാണ് ഫണ്ടിങ് ടിപ്സിന്റെ തന്നെ ഫണ്ടിങ് ടിക്സ് എന്ന് പറയുന്ന കമ്പനി. അതിൽ നമുക്ക് 50% ഓഫർ ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫണ്ടിങ് ടിക്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ടാർജറ്റ് 50K പ്രോഫിറ്റ് ടാർജറ്റ് 2500 ആണ് വരുന്നത്. മറ്റു കമ്പനികളൊക്കെ 3000 ആണ് പ്രോഫിറ്റ് ടാർജറ്റ് പറയുന്നത് 50K ഒക്കെ. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ലൊരു പ്ലാനാണ്. അതേപോലെ തന്നെ ഈ ഒരു ഓഫറിന്റെ സമയത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇവർക്ക് 2 പ്ലാൻ ഉണ്ട്, പ്രോ ഉണ്ട്. അതുപോലെ ഡയറക്റ്റ് ഫണ്ടിലേക്ക് പോകുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. അതിൽ കൺസിസ്റ്റൻസി റൂൾ ഉണ്ട്. പ്രോയിലും കൺസിസ്റ്റൻസി ഉണ്ട്. ലൈവ് അക്കൗണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ കൺസിസ്റ്റൻസി ഇല്ല. അതേപോലെ തന്നെ മറ്റൊരു ഫേമാണ് MFF, മൈ ഫണ്ടഡ് ഫ്യൂച്ചേഴ്സ്. CFTയിലായിരുന്നു ഇവർ ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഫ്യൂച്ചേഴ്സിലാണ് ഇവർ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഫ്യൂച്ചേഴ്സിൽ തന്നെ നല്ല പ്ലാനാണ് ഇവരുടെ നിലവിലുള്ളത്. വൺ ഡേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് പാസ്സാവാം. അതേപോലെ ടിക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ ടിക്സിന് നമുക്ക് 5 ദിവസം ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടാവും. ഇതിൽ അങ്ങനെയല്ല, ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് പാസ്സാവാം. അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളും 50% ഓഫറും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ആക്ടിവേഷൻ ഫീസ് ഇല്ല എന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഓഫറുള്ള ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. കോർ ഉണ്ട്, സ്കെയിൽ എന്ന് പറയുന്ന പ്ലാൻ ഉണ്ട്, കോർ ഉണ്ട്, പ്രോ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാ വേണ്ടതെന്നുള്ളത് നിങ്ങൾ അനലൈസിസ് നടത്തിയതിനു ശേഷം നിങ്ങൾ അക്കൗണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നിലവിൽ 50% ഓഫർ ഉണ്ട്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ പാസ്സാവാൻ പറ്റും എന്നുള്ളത് മറ്റൊരു നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊരു ഓഫറുള്ള ഫേമാണ് ട്രേഡിഫൈ എന്ന് പറയുന്ന ഫേം. ഏകദേശം 40% ഓഫർ അവർ കൊടുക്കുന്നുണ്ട്. ഇവർക്ക് നേരത്തെ പറഞ്ഞ ട്രേഡബോട്ടും ഉണ്ട്, പ്രൊജക്ടെക്സും ഉണ്ട്. പ്രൊജക്ടെക്സ് ആയിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ബെറ്റർ. ട്രേഡബോട്ട് കോപ്പി ട്രേഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മറ്റേ ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ബുദ്ധിമുട്ട്. ട്രേഡബോട്ട് നമുക്ക് ട്രേഡിംഗ് വ്യൂവിലേക്ക് ആക്സസ് കിട്ടുമെങ്കിലും ഗ്രൂപ്പ് ട്രേഡ് അഥവാ നമുക്ക് ഒന്ന് കോപ്പി ട്രേഡ് കാര്യങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ ട്രേഡബോട്ടിൽ. അതിൽ കോപ്പി ട്രേഡ് ഏറ്റവും ബെറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രൊജക്ടെക്സ് തന്നെയാണ് ഇതിൽ നല്ലത്. ഇവർക്ക് നമുക്ക് ലൈറ്റ് ഫണ്ട് ഉണ്ട്, ഗ്രോത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഗ്രോത്ത് ആണ് നോർമലി എല്ലാ കമ്പനികളും കൊടുക്കുന്ന പോലെ ഇത് വരുന്നത്. ഇത് 83 USD വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റ് കമ്പനികളൊക്കെ കമ്പയർ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ മറ്റൊരു ഫേമാണ് ടോപ്പ് 1 ഫ്യൂച്ചേഴ്സിന്റെ ഇതിൽ ടോപ്പ് സ്റ്റെപ്പ് മോഡൽ തന്നെ ഇവരും ഫ്യൂച്ചേഴ്സിന്റെ ഇതിൽ പേ ഔട്ടിന്റെ കാര്യത്തിൽ പക്കയായിട്ട് ഒരു 90 മിനിറ്റിനുള്ളിൽ പേ ഔട്ട് കൊടുക്കും എന്നാണ് ഇവർ ഒരു അവകാശം പറയുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പേ ഔട്ടും ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇവർ റൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവരുടെ 1 സ്റ്റെപ്പ് ചലഞ്ചാണ് നോർമൽ എല്ലാ കമ്പനികളായിട്ടുള്ള ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ $29 ഈ 20K വരുന്നത്. 50K $45. അത് സെയിം മോഡൽ തന്നെ നമുക്ക് എന്താ പറയാ ഫണ്ടിങ് ടിക്സിന്റെ ഒക്കെ പ്രൈസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ ഇവരുടെ ഏറ്റവും അടിപൊളി പ്ലാൻ എന്ന് പറയുന്നത് ഇഗ്നൈറ്റ് ഇൻസ്റ്റന്റ് ഫണ്ടിങ് എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്. ഇതിന്റെ 50K ലൈവ് ഫണ്ടാണ് ഇവർ കൊടുക്കുന്നത്. ഇതിൽ $169 ഓഫർ എല്ലാം കഴിച്ചിട്ട് വരുന്നത്. അല്ലാത്തപ്പോൾ $398 ആയിരുന്നു. അതേപോലെ തന്നെ ഇത് മിക്കപ്പോഴും ഉണ്ടാവാറില്ല ഇവർ ഇഗ്നൈറ്റ് ഇൻസ്റ്റന്റ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു പ്ലാൻ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈവ് അക്കൗണ്ട് ഒക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ കൺസിസ്റ്റൻസി ഉണ്ട്, 15% കൺസിസ്റ്റൻസി ഉണ്ട്. ഒരു 50K അക്കൗണ്ട് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 350 USD ഒക്കെ ടീപ്പ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു അക്കൗണ്ട് ചൂസ് ചെയ്താൽ മതി. അല്ല വലിയൊരു ബിഗ് ഫണ്ട് ഒക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ പരമാവധി ഇത് ചൂസ് ചെയ്യാതിരിക്കുക. മറ്റൊരു ഫേമാണ് നമുക്ക് ബുൾനോക്സ് എന്ന് പറഞ്ഞ ഫേമാണ്. നമുക്ക് 50K ഒക്കെ വരുമ്പോൾ $20-21 ഒക്കെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് എടുക്കാനൊക്കെ ആയിട്ട് വരുള്ളൂ. ഇവർക്ക് പ്രൊജക്ടെക്സ് പ്ലാറ്റ്ഫോം ഉണ്ട്. പ്രൊജക്ടെക്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് മറ്റൊരു ഫേമാണ് അപ്പെക്സും ഈ പറഞ്ഞ പോലെ നല്ല ഓഫർ ഉണ്ട്, 80% ഓഫർ ഉണ്ട്. അതേപോലെ തന്നെ 50K അക്കൗണ്ട് നമ്മൾ ലൈവ് അക്കൗണ്ടിലേക്ക് വന്നാലും 2500 പ്ലസ് 52,500 ആയി അതിന്റെ മുകളിലേക്ക് എത്രയാണോ പ്രോഫിറ്റ് വരുന്നത് അതായിരിക്കും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക. ബുൾനോക്സും അതുപോലെ തന്നെയാണ്. ഫണ്ടിങ് ടിക്സ് ആയാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഫണ്ടിങ് ടിക്സിന്റെയും MFFന്റെ ഒരു പ്രത്യേകത 2000 ഒക്കെ ആയി കഴിഞ്ഞാൽ $1000 ഒക്കെ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനാണ്. പിന്നെ അതുപോലെ തന്നെ മിക്കവരും ചോദിക്കേണ്ടത് ഏതാണ് എടുക്കേണ്ടത്. റിഡിമിക്കിനേക്കും ബെറ്റർ ട്രേഡബോട്ട് തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതേപോലെ തന്നെ
നമുക്ക് വെൽത്ത് ചാർട്ടും നല്ലൊരു ഓപ്ഷനാണ്. കുറച്ച് തുടക്കത്തിൽ കുറച്ച് കൺഫ്യൂഷൻ ഇതിൽ ഉണ്ടാകുമെങ്കിലും കുറച്ചും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നോക്കിയിട്ട് എനിക്ക് ട്രേഡ് ബോട്ടാണ്. ഈ മൂന്നിലും മൂന്നിലും നമുക്ക് ഉള്ളത്. അപ്പോൾ ട്രേഡ് ബോട്ട് തന്നെ സെലക്ട് ചെയ്തായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. മറ്റൊരു കമ്പനി ട്രേഡിഫൈ എന്ന് പറഞ്ഞ കമ്പനിയാണ്, സോറി ട്രേഡ് ഡേ എന്ന് പറയുന്ന കമ്പനിയാണ്. ഇവർക്ക് കുറെ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വിലയിരുത്തിയിട്ട് ശരിക്കും നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. കുറേ ഇത്രയും സ്റ്റാറ്റിസ്റ്റിക് വേണോ, അത് ഇൻട്രാഡേ വേണോ, എൻഡ് ഓഫ് ദ ഡേ വേണോ, അതിനുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. പ്രൈസ് ഒക്കെ നമുക്ക് നിങ്ങൾ കുറച്ചുകൂടി അനാലിസിസ് ഈ ഒരു കമ്പനി നടത്തുക. നിലവിൽ ഇപ്പോൾ 30% ഓഫർ ഉണ്ട്. അതുപോലെ തന്നെ ആക്ടിവേഷൻ ഫീസ് ഇല്ല എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. മറ്റൊരു കമ്പനിയാണ് TX3 എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഇവർക്ക് നമുക്ക് $70 50K വരുന്നത്. സ്റ്റാർട്ടർ ഉണ്ട്, പ്രോ എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. സ്റ്റാർട്ടറിന് 50K $70, പ്രോ എന്ന് പറയുന്ന അക്കൗണ്ട് $150 വരുന്നുണ്ട്. ഇതിൽ സ്റ്റാർട്ടറിൽ നമുക്ക് ഈ ഒരു എമൗണ്ട് കുറച്ച് കൂടുതലായിട്ട് തന്നെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഓഫർ ഇവിടെ ചെറിയൊരു ഓഫർ 30% ഓഫർ കാര്യങ്ങളോ ഉള്ളൂ. പിന്നെ മറ്റൊന്നൊരു ഫേം തന്നെ ടേക്ക് പ്രോഫിറ്റ് ട്രേഡ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ഇത് നമുക്ക് ഡെയിലി പേ ഔട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. നല്ല രീതിയിൽ പേ ഔട്ടിന്റെ ഹിസ്റ്ററി ഉള്ള ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നല്ല ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. നമുക്ക് ഇപ്പോൾ നിലവിൽ 30% ആണ് ഓഫർ നിലവിലുള്ളത്. നമുക്കിപ്പോൾ 50K $170 വരുന്നുണ്ട്. ഓഫർ കൂടി കുറച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൈസിന് തന്നെ നമുക്ക് ഇവരുടെ അക്കൗണ്ട് കിട്ടും. ഡെയിലി പേ ഔട്ട് ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല ഒരു ഓപ്ഷനാണ് ഈ ഒരു കമ്പനി. മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് ആൽഫ ഫ്യൂച്ചർ ആണ്. ആൽഫ ഫ്യൂച്ചറും ഇപ്പോൾ 40% ഓഫറും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത്രയും കമ്പനികളിൽ ഞാൻ നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫണ്ട് ടിക്സും അതേപോലെ തന്നെ MFF ആണ് രണ്ടും ഈ ഒരു ഫ്യൂച്ചറിന്റെ ഇതിൽ നല്ല രീതിയിൽ നിൽക്കുന്നത്. ഈ ഒരു ഓഫറിന്റെ കാര്യത്തിൽ ഫണ്ട് ടിക്സിന്റെ ഒരു പ്രത്യേകത നമുക്ക് 2500 ആയാൽ മതി, 5% മതി എന്നുള്ളതാണ്. മറ്റൊരു ഇത് പറയുന്നത് നമ്മൾ ഇത്ര ദിവസം കൺസിസ്റ്റൻസി ഉണ്ട്. അപ്പോൾ ഇത്ര ദിവസം കുറച്ച് ദിവസം കൊണ്ട് ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു 2100 ആയി നമുക്ക് $1000 വിഡ്രോ ചെയ്യാം. ആ സെയിം മോഡൽ തന്നെയാണ് MFFന്റെ വരുന്നത്. MFFന്റെ ഒരു പ്രത്യേകത നമുക്ക് കൺസിസ്റ്റൻസി ഇല്ല, ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് പാസ്സാകാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നോ ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ല. ഫണ്ടിൻ ടിക്സിലും ഡെയിലി ലോസ് ലിമിറ്റ് ഇല്ല. നമുക്ക് 50K ഒരു $60-65 രണ്ടും സെയിം പ്രൈസിലാണ് കമ്പാരിസൺ നടത്തുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിക്കുന്നത് മൈ ഫണ്ടഡ് ഫ്യൂച്ചർ ആണ്. അതുപോലെ ഫണ്ടഡ് ടിക്സും കുഴപ്പമില്ല. TP അത് വെച്ച് നോക്കുമ്പോൾ മാത്രമാണ് ഫണ്ടഡ് ടിക്സിന്റെ ഒരു ഇത്. 50K നമുക്ക് മൈ ഫണ്ടഡ് ഫ്യൂച്ചറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഡെയിലി ലോസ് ഇല്ല, അതേപോലെ തന്നെ ഫണ്ടഡ് ടിക്സും ഡെയിലി ലോസ് ഇല്ല. എൻ്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾക്ക് മൈ ഫണ്ടഡ് ഫ്യൂച്ചർ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇനി TPയുടെ കാര്യത്തിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഫണ്ടിൻ ടിക്സ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ശരിക്കും ഈ ഒരു ഡെയിലി ലോസും അതേപോലെ തന്നെ കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ MFF നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്യൂച്ചേഴ്സിന്റെ ഫേംസിലേക്ക് കുറെ പേര് കടന്നു വരുന്നുണ്ട്. കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ പേഴ്സണലി വന്ന് ചോദിക്കാറുണ്ട്. നമുക്കിവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ആക്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എല്ലാവർക്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഗ്രൂപ്പിൻ്റെത്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ ഞാനിന്ന് 28-ാം തീയതിയാണ് മന്ത് നമ്മൾ ട്രേഡിങ്ങിൽ XIUSDയുടെ ഒരു ചാർട്ടാണ്. നോർമലി ഫണ്ട് പിപ്സിൽ വന്നേക്കുന്ന ഒരു ഇതാണ്. നമുക്കൊരു വിപ്സ് എന്ന് പറയും, ഒരു വിക്ക് ഇങ്ങനെ വന്നേക്കണം. ഇത് എല്ലാ ഫേംസിലും ആ ഒരു രീതിയിൽ വന്നിട്ടില്ല. നോക്കിനി അറിയാം, മറ്റൊരു ഫേമിൽ 41-78 വന്നിട്ടുള്ളൂ. അപ്പൊ ഇതേപോലെയുള്ള അഡ്ജസ്റ്റ്മെന്റ് അഥവാ സ്റ്റോപ്പ് ലോസ് ഇവിടെ മിക്കവരും ഹിറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ ആ സമയം ഇവിടെ വച്ചേക്കുന്ന TPകളൊന്നും ഇവിടെ ഹിറ്റ് ആവാൻ സാധ്യതയില്ല. കാരണം മില്ലി സെക്കൻഡ്സിലായിരിക്കും ഇത് വന്നു പോയിട്ടുണ്ട്. അപ്പൊ ഇതേപോലത്തെ മാനിപ്പുലേഷൻ ഒന്നും ഫ്യൂച്ചേഴ്സിന്റെ കാര്യത്തിലല്ല. ഫ്യൂച്ചേഴ്സ് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോമെക്സ് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ചിന്റെ കീഴിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ MFFലായിക്കോട്ടെ TFTയിലായിക്കോട്ടെ എവിടെ ആയാലും എല്ലാ ഇതിലും നമുക്ക് സെയിം പ്രൈസ് ആയിരിക്കും എല്ലാ സ്ഥലത്തും. ഇതേപോലുള്ള മൂവ്മെന്റ്സ് അല്ലെങ്കിൽ 41-52 വരെ പോയി ഒറ്റ സ്ട്രെച്ച് തന്നെ പോയേക്കുന്നതാണ്. അപ്പൊ അതുപോലെയുള്ള മൂവ്മെന്റ്സ് ഒന്നും നമുക്ക് ഈ ഫ്യൂച്ചേഴ്സിന്റെ ഫേമിൽ ഉണ്ടാവില്ല. എല്ലാ സ്ഥലത്തും സെയിം പ്രൈസ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് പരമാവധി കുറെ പേര് നമ്മുടെ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഒത്തിരി പേര് പേ ഔട്ടും കാര്യങ്ങളിലേക്കൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളും പേ ഔട്ടൊക്കെ എടുക്കാൻ കുറെ നാളുകളെ ട്രേഡിങ്ങിലേക്ക് നിന്നിട്ട് കുറെ ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫ്യൂച്ചേഴ്സ് ട്രൈ ചെയ്യാവുന്നതാണ്. ഫ്യൂച്ചേഴ്സിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്, അതേപോലെ അതിന് ബെനിഫിറ്റ്സും ഉണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം ഫ്യൂച്ചേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും.